എല്ലാവർക്കും നമസ്കാരം. ജി ലൈവ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ആമയാണല്ലോ താരം. എല്ലായിടത്തും ആമയുടെ കഥകളാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആമയും മുയലും ഓട്ടപ്പന്തയം നടത്തിയ കഥയൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിന് ശേഷമുള്ള കഥകൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആമയും മുയലും ഓട്ടപ്പന്തയം നടത്തുന്നു, മുയൽ ഇറങ്ങിപ്പോകുന്നു, ആമ ജയിക്കുന്നു എന്ന് വരെയുള്ള കഥകൾ കേട്ട ആളുകളുണ്ട്. അതിനുശേഷം ആ കഥ പിന്നെയും അവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും തുടർന്ന് പോകുന്നുണ്ട്. അത് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് കേട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇനി കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കഥ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ കഥ ഇതുപോലുള്ള ഒരുപാട് കഥകൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ ഇത് മറക്കരുത്. അപ്പോൾ ആമ താരമായ നാട്ടിലെ ആമയുടെയും മുയലിൻ്റെയും ബാക്കിയുള്ള കഥ ഇതാണ്. ആമയും മുയലും ഓടുന്നു, ആമ ജയിക്കുന്നു, മുയൽ ഉറങ്ങിപ്പോയതുകൊണ്ട് തോൽക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആർക്കും തന്നെ തോൽക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണ്. എല്ലാവർക്കും ജയിക്കാനാണ് ആഗ്രഹം. അപ്പോൾ തോറ്റുപോയ മുയലിനും തീർച്ചയായിട്ടും ജയിക്കാൻ തന്നെയായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ ആള് വിചാരിച്ചു, ഞാൻ തോറ്റുപോയി, ഓട്ടക്കാരനായ ആമയേക്കാൾ കൂടുതൽ ഓടാൻ കഴിയില്ല, ഞാൻ തോറ്റുപോയി, അപ്പോൾ എനിക്ക് എന്തായാലും ജയിച്ചേ പറ്റൂ. അപ്പം മുയൽ ആമ അടുത്ത് എന്ന് പറഞ്ഞു, സംഗതി ഞാനൊന്ന് ഉറങ്ങിപ്പോയതുകൊണ്ട് ഈ തോറ്റതാ, അല്ല ഈ ജയിച്ചതാ. എന്നാ ഞാൻ നിന്നെ ജയിക്കാനുള്ള എല്ലാ കഴിവുള്ള ഒരാളാണ് ഞാൻ. നമുക്ക് ഒന്നും കൂടി ഓടാം. ജയിച്ച ആമ എന്താ വിചാരിക്കുക, ഇന്നലെ ഉറങ്ങിയാൽ എന്ന് തീർച്ചയായിട്ടും ഉറങ്ങും, എന്തായാലും ഞാൻ തന്നെ പുഷ്പം പോലെ ജയിക്കും. അപ്പൊ അങ്ങനെ ആമ പറഞ്ഞു, ശരി അതിനെന്താ, നമുക്ക് ഓടാലോ, ഒരു വിഷയമല്ല. പിറ്റേ ദിവസം വീണ്ടും ഓട്ടപ്പന്തയം നടക്കുന്നു. ഇത്തവണ മുയൽ ഉറങ്ങിയില്ല. ആൾക്കറിയാം ഉറങ്ങി തോൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആൾ ഓടി ഓടി ആള് ജയിച്ചു. ആമ വിഷമത്തിലായി, ഇന്നലെ ജയിച്ച ഞാൻ ഇന്ന് തോറ്റു, അങ്ങനെ തോൽക്കാൻ നമ്മൾ വിട്ടുകൊടുക്കില്ലല്ലോ, നമുക്ക് ജയിച്ചാലേ പറ്റൂ. ആമ പറഞ്ഞു, ശരി ഇത് ശരിയാവില്ല, എനിക്ക് എന്തായാലും ജയിച്ചേ പറ്റൂ. മുയലിനോട് പറഞ്ഞു, സംഗതി ഇന്ന് ഈ ജയിച്ചു, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒന്നും കൂടി ഓടാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞ വഴി കൂടെ ഓടാൻ പറ്റുള്ളൂ, വേറെ വഴി കൂടെ ഒന്നും ഓടാൻ പറ്റില്ല, ഞാൻ പറയണ പോലെ വേണം. അപ്പൊ ജയിച്ച മുയലിന് ഓട്ടത്തിൽ എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല, അതുകൊണ്ട് ഇന്നെ എന്ത് ആമേനെ തോൽപ്പിച്ചിട്ടുണ്ട് വേറെ കാര്യം. മുയൽ പറഞ്ഞു, ഈ എന്ത് വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് വിഷയമല്ല, ഞാൻ നീ പറഞ്ഞ ഏത് വഴി കൂടെ ഓടാൻ തയ്യാറാണ്. അപ്പൊ അങ്ങനെ ഓടി 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 ഇത്തവണ ആകുമ്പോൾ വെച്ച കണ്ടീഷൻ ഇതാണ്, ഓടി ഓടിയിട്ട് ഒരു നദി കടന്നിട്ട് അപ്പുറത്ത് എത്തിയാലാണ് ഈ മത്സരം ജയിക്കുള്ളൂ. അങ്ങനെ ഓടി 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 നദിയിലെത്തുമ്പോൾ നദി അത്യാവശ്യം ഒഴുക്കൊക്കെ ഉണ്ട്. അപ്പൊ ഈ നദി കടക്കാൻ മുയലിന് പറ്റില്ല. ആമ മെല്ലെ എഴഞ്ഞ് വന്ന് നദി കടന്ന് അപ്പുറത്തെത്തി, ആമ ജയിച്ചു. അപ്പൊ ഈ ആമ ഓടണം, മുയൽ ഓടണം, ആമ ജയിക്കുന്നു, മുയൽ ജയിക്കുന്നു. ഇത് കാട്ടില് വലിയൊരു ചർച്ചാ വിഷയമായി. അപ്പൊ കാട്ടിലെ രാജാവായ നമ്മുടെ സിംഹം അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് മറ്റുള്ള മൃഗങ്ങളൊക്കെ കംപ്ലൈന്റ് പറഞ്ഞു, ആമയും മുയൽ ഓടുന്നു, ആമ ഓടുന്നത് ശരിയല്ല, നമ്മളിപ്പോൾ ഉള്ള ഓട്ടക്കാർ ഇവിടെ ഉള്ളപ്പോ പിന്നെ ഇവരൊക്കെ ഓടി ജയിക്കുന്നതിലൊന്നും കാര്യമില്ല, രാജാവ് അവരോടത്ത് കാര്യം പറയണം. അങ്ങനെ രാജാവ് ആമേനും മുയലിനെ വിളിപ്പിക്കുന്നു. പറഞ്ഞു, അതെ നിങ്ങൾ ഓടണൊക്കെ ഞാൻ അറിയുന്നുണ്ട്, ആ പരിപാടി നമ്മുടെ നടക്കില്ല, ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ ഓടി തോൽപ്പിക്കണം, അല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇതിന് തക്കതായ ശിക്ഷ അനുഭവിക്കും. മുയൽ ആമയും വിട്ടുപോയി. എന്തായാലും അവിടുത്തെ ഏറ്റവും വലിയ ഓട്ടക്കാരെ ഓടി തോൽപ്പിക്കാൻ ഇവർക്ക് കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യും, വിട്ടുപോയി, ആലോചിച്ചു. അവസാനം അവർ തീരുമാനിച്ചു, ശരി ഞങ്ങൾ ഓടാൻ തയ്യാറാണ്, തോൽക്കുകയാണെങ്കിൽ തോൽക്കട്ടെ, പക്ഷെ ഞങ്ങളൊരു കണ്ടീഷൻ ഉണ്ട്, ഞങ്ങൾ പറയണ പോലെ ആയിരിക്കും ഓട്ട മത്സരത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ മറ്റുള്ള മൃഗങ്ങൾ പറഞ്ഞു, അതിനെന്താതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആമയും മുയലും ഒത്തൊരുമിച്ച് ഒരു സന്ധി ചെയ്തിട്ട് ഓടാൻ തയ്യാറായി. മറ്റുള്ള മൃഗങ്ങളൊക്കെ വേറെയും ഓടാൻ തയ്യാറായി. അങ്ങനെ ഓട്ട മത്സരം ആരംഭിക്കുകയാണ്. മുയൽ ആമേനെ തോളത്തിട്ടുകൊണ്ട് ഓടി 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 ഓടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ നദി കടന്ന് അപ്പുറത്തെത്തിയാലേ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആമ മുയൽ ഓടി 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 മറ്റുള്ള മൃഗങ്ങളൊക്കെ ഓടി നദിയുടെ അടുത്തെത്തി. നദി കടന്ന് അപ്പുറത്തെത്തി ജയിക്കാൻ മൃഗങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നദിയൊക്കെ അത്യാവശ്യം ഒഴുക്കൊക്കെയുള്ള നദിയാണ്. അപ്പൊ അങ്ങനെ മുയൽ ആമേനെ തോളത്തിട്ട് ഓടി 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 നദിയുടെ അടുത്തെത്തുന്നു. നല്ല ആമ നദിയിലേക്ക് ഇറങ്ങുന്നു. മുയലിനെ ആമയുടെ തോടിന്റെ മുകളിൽ വെച്ചിട്ട് അപ്പുറത്ത് കടന്ന് അവരെ മത്സരം ജയിക്കുന്നു. അപ്പൊ ഇതാണ് ഈ കഥയുടെ ബാക്കി വേർഷൻ ഉള്ളത്. അപ്പൊ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, നമുക്ക് ആർക്കും തന്നെ തോൽക്കാൻ ഇഷ്ടമുള്ള ആളുകളല്ല, എല്ലാവർക്കും ജയിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ്. നമ്മൾ ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ലോകത്തെ എന്ത് പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാൻ പറ്റും. ഏത് വലിയ പ്രശ്നങ്ങളും നമ്മൾ എടുക്കുന്ന ആ ഒരു തീരുമാനത്തിലും അതുപോലെ നമ്മളുടെ യൂണിറ്റിയിലുമാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. അപ്പൊ എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് നിന്നിട്ട് ഒരുമിച്ച് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് വിചാരിച്ച് നമ്മളുടെ നല്ല തീരുമാനങ്ങൾ എടുക്കുക, നന്നായിട്ട് ഒത്തൊരുമിച്ച് ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുക. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ഒന്നായാൽ നന്നാവാം, നന്നാവാൻ ഒന്നാവാം. അപ്പോൾ നമുക്ക് ഒന്നാവാം, നന്നാവാം, നല്ലൊരു നാടിന് വേണ്ടി ശ്രമിക്കാം. നന്ദി, നമസ്കാരം.